ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത രോഗമായിട്ടല്ല ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു കപ്പിൾ അല്ലെങ്കിൽ ദമ്പതികൾ 1 വർഷമായി റെഗുലറായി ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുകയും, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ റെഗുലറായി കൃത്യമായി ഗർഭധാരണത്തിന് ശ്രമിക്കുകയും ഗർഭധാരണം സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ശാസ്ത്രീയമായി നമ്മൾ ഡയഗ്നോസ് ചെയ്യാറുള്ളത്. മാറി വരുന്ന ഈ ജീവിത സാഹചര്യങ്ങൾ, അതായത് ഇപ്പോൾ കണ്ടുവരുന്ന കുറെ ജീവിത ശൈലി രോഗങ്ങളോടൊപ്പം തന്നെ വളർന്നു വരുന്ന ഒരു സ്ഥിതിയാണ് എന്നാണ് പറയേണ്ടത്. ഡിസീസ് അല്ല, അതൊരു ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്. അത് ഡിസീസ് ആയിട്ടല്ല ഇപ്പോൾ പറയാറുള്ളത്. അപ്പോൾ അത് വളർന്നു വരുന്ന ഈ അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളോട് ഒപ്പം തന്നെ വളർന്നു വരുന്ന ഒരു അവസ്ഥയായിട്ട് ഞങ്ങൾ ശാസ്ത്രീയമായി ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റീനെ ഷെഡ്യൂൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും അതിന് കാരണങ്ങൾ കണ്ടുവരാറുണ്ട്. നമ്മളൊരു മൊത്തത്തിൽ ഒരു വേൾഡിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ 60 മുതൽ 80 മില്യൺ കപ്പിൾസിലാണ് ഇപ്പോൾ WHO സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇൻഫെർട്ടിലിറ്റി എന്ന ഈ ഒരു അവസ്ഥ. അതിൽ 15 മുതൽ 20 മില്യൺ കേസുകളും ഇന്ത്യയിൽ തന്നെ, അതായത് 20% കേസുകളിലും ഇന്ത്യയിലാണ് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ കാരണങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ 30 മുതൽ 40% കാരണങ്ങൾ നമ്മൾ സ്ത്രീകളിലും, ബാക്കി 30 മുതൽ 40% പുരുഷന്മാരിലും, ബാക്കി 20% കേസുകളിൽ നമ്മൾ ഒരു കാരണവും ഇല്ലാതെ തന്നെ ഇൻഫെർട്ടിലിറ്റി, അതായത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നൊരു പ്രത്യേക വിഭാഗമായിട്ട് തന്നെ അതിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതായത് മെയിൽ കോസസ് ഉണ്ട്, ഫീമെയിൽ കോസസ് ഉണ്ട്, അതോടൊപ്പം തന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റിക്കുള്ള കാരണങ്ങളും കാണാറുണ്ട്. അപ്പോ ആദ്യമായി, അതായത് ദമ്പതികൾ അവർക്ക് കുട്ടികളാകുന്നില്ല എന്ന് പറയുമ്പോൾ അവരാദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുകയാണ് നോർമലായിട്ട് ചെയ്യാറുള്ളത്. അതായത് മിക്കപ്പോഴും ഇപ്പോൾ ദമ്പതികൾ എപ്പോഴും എന്താണ് പറയാ, അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കരിയർ എല്ലാം നോക്കി സാധാരണഗതിയിൽ ഇപ്പോൾ കാണാറുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 വർഷം എല്ലാ ദമ്പതികളും ഗർഭധാരണം നീട്ടിവെക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. അതായത് അവർ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് സാധാരണയായിട്ട് പറയാറുള്ളത്. എന്നാൽ അതിനുശേഷം ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം ട്രൈ ചെയ്തതിന് ശേഷം ദമ്പതികൾ സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെയോ കാണാൻ വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണാറുള്ളത്. അവരാദ്യമായി വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്ത്രീകൾ മാത്രമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാറുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അവർക്ക് ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം സ്ത്രീയും പുരുഷനും, അതായത് ദമ്പതികളിലെ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. 2 പേരിലും അതിൻ്റെതായ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മളൊരു സ്ത്രീയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം അവർക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു പെൽവിക് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയും. അതായത് അവരുടെ ഗർഭപാത്രത്തിന്റെ ഹെൽത്ത് നോക്കാനായിട്ട്, ഗർഭപാത്രത്തിന്റെ സൈസ്, ഷേപ്പ്, അതിലെന്തെങ്കിലും വ്യതിയാനം ഉണ്ടോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മുഴയോ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴ യൂട്രസിൽ എവിടെയെങ്കിലും ഉണ്ടോ, അതെവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ കോസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അണ്ഡാശയം അഥവാ ഓവറീസ് അവിടെ എന്തെങ്കിലും സിസ്റ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഫോളിക്കിൾസ് എന്ന് പറയും. നമ്മൾ അണ്ഡാശയത്തിൽ നിന്ന് എല്ലാ മാസവും അണ്ടോൽപാദനം നടക്കുന്നുണ്ട് സ്ത്രീകളിൽ, എല്ലാ ആർത്തവചക്രത്തിലും. അപ്പോൾ ആ അണ്ടോൽപാദനം നടക്കുന്നത് അണ്ഡാശയത്തിലെ ഫോളിക്കിൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അണ്ടം പുറത്തു വരുന്നത്. അപ്പോൾ ആ ഫോളിക്കിൾസിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീകളിൽ ഫോളിക്കിൾസ്, അണ്ഡാശയത്തിലുള്ള ഫോളിക്കിൾസിന്റെ എണ്ണം അറിയാനും യൂട്രസിന്റെ ഷേപ്പ്, സൈസ്, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും വ്യതിയാനമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനായിട്ടുള്ള ഒരു ബേസിക് അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ സ്ത്രീകളിൽ പറയാറുണ്ട്. അതിനോടൊപ്പം തന്നെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഹെൽത്ത് സംബന്ധമായ മറ്റു ബ്ലഡ് ടെസ്റ്റുകൾ, അതായത് അവരുടെ ഹീമോഗ്ലോബിൻ, പിന്നെ ഷുഗർ, അതുപോലെ അതിനോടൊപ്പം തന്നെ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹോർമോൺ, ഈ 3 ടെസ്റ്റുകളും വളരെ പ്രധാനമാണ്. ഇതിലെന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ തന്നെ അണ്ടത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ബീജത്തിന്റെ ക്വാളിറ്റി, ഇതിലെല്ലാം വ്യതിയാനം സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള യൂട്രസിന്റെ സ്കാനോടൊപ്പം തന്നെ സ്ത്രീയുടെ ബ്ലഡ് ടെസ്റ്റിനും നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, പിന്നെ അവരുടെ ഒരു ബേസിക് യൂറിൻ അനാലിസിസ്, പിന്നെ ഷുഗർ, ബേസിക് ആയിട്ടുള്ള ഷുഗറിന്റെ ടെസ്റ്റ്. കോമൺ ആയിട്ട് നമ്മൾ നോക്കാറുള്ളത് HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽസ് അത് നോക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ വൈറൽ മാർക്കേഴ്സ്, അതായത് HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C,
VDRL എന്ന് പറയുന്ന ഈ വൈറൽ മാർക്കേഴ്സും വളരെ പ്രധാനമാണ്. ഇതെല്ലാം വന്ധ്യതയ്ക്കുള്ള കാരണങ്ങളായി വന്നേക്കാം. അതിനോടൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ഇതിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിലും അത് ജനറൽ ആയിട്ടുള്ള ഒരു ഹെൽത്തിന്റെ വ്യതിയാനം മൂലം ഇൻഫെർട്ടിലിറ്റി ഉണ്ടായേക്കാവുന്ന ചില കാരണങ്ങളാണ്. അതിനാൽ അതും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റുകളും സ്കാനുകളും ഇതാണ് സ്ത്രീകളിൽ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് ആണ്. ആ ബേസിക് അൾട്രാസൗണ്ട് സ്ത്രീകളിൽ ചെയ്യേണ്ടത് പ്രത്യേക ദിവസങ്ങളിലായിരിക്കും. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ബേസ് ലൈൻ സ്കാൻ ആണ്. ബേസ് ലൈൻ സ്കാൻ നമ്മൾ സാധാരണ സ്ത്രീകളിൽ ചെയ്യാറുള്ളത് ആർത്തവ ചക്രത്തിന്റെ 2-മത്തെയോ 3-മത്തെയോ ദിവസം. അതായത് ഒരു ആർത്തവ ചക്രത്തിൽ ആ സ്ത്രീയുടെ ബ്ലീഡിംഗ് തുടങ്ങുന്ന ദിവസം, അതിനെ നമ്മൾ Day 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് ബ്ലീഡിംഗ് തുടങ്ങുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളെയോ അപ്പോഴാണ് ഈ ബേസ് ലൈൻ അൾട്രാസൗണ്ട് നമ്മൾ നോക്കേണ്ടത്. ആ ദിവസം ചെയ്യുന്ന സ്കാനിങ്ങിൽ നമ്മൾക്ക് കൃത്യമായിട്ട് ആ മാസത്തിൽ ആ സ്ത്രീയിൽ എത്ര ഫോളിക്കിൾസ് ഓവറിയുടെ പുറത്ത് വരുന്നുണ്ട്, അതായത് ഓവറിയുടെ സർഫസിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രത്യേകമായ ദിവസങ്ങളിലുള്ള സ്കാനിൽ മാത്രമേ നമുക്ക് ആ മാസത്തേക്ക് എത്ര ഫോളിക്കിൾസ് ഓവറിയുടെ സർഫസിൽ വരുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. ആ കൗണ്ടിനെ നമ്മൾ ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട് എന്നാണ് പറയാറുള്ളത്. ഈ ഫോളിക്കിൾസിൽ നിന്നും ഒരു ഫോളിക്കിൾ ഡോമിനേറ്റ് ചെയ്യും. അതായത് ഒരു ആർത്തവ ചക്രം സാധാരണഗതിയിൽ 28 മുതൽ 30 ദിവസം വരെയാണ് നീണ്ടു നിൽക്കാറുള്ളത്, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം. അങ്ങനെയുള്ള ഒരു സ്ത്രീയിൽ 2-മത്തെ ദിവസം ചെയ്യുന്ന ഈ സ്കാനിങ്ങിൽ നമ്മൾ ഈ ഫോളിക്കിൾസിന്റെ കൗണ്ട് എടുക്കുകയും അതിനുശേഷം ഓരോ ദിവസവും ഈ ഫോളിക്കിൾസിന്റെ വളർച്ച മോണിറ്റർ ചെയ്യാൻ വേണ്ടി 2-3 സ്കാനുകൾ ഈ 28 ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീയിൽ സാധാരണയായി ഒരു മരുന്നുകളും ഇല്ലാതെ തന്നെ അണ്ടോൽപാദനം നാച്ചുറലായി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് സീരിയൽ സ്കാൻസ് എന്ന് നമ്മൾ പറയും. ആദ്യത്തെ സ്കാൻ 2-മത്തെയോ 3-മത്തെയോ ദിവസം ഈ എണ്ണം എടുക്കാൻ വേണ്ടി, അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോളിക്കിൾസിന്റെ സൈസിലും നമ്പറിലും വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഒരു ഫോളിക്കിൾ ഏകദേശം ആർത്തവ ചക്രത്തിന്റെ മധ്യത്തിൽ, അതായത് ഒരു 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആർത്തവ ചക്രം ആണെങ്കിൽ ഒരു 12 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഫോളിക്കിൾ ഡോമിനേറ്റ് ചെയ്യുകയും അതിന്റെ സൈസ് നമ്മൾ നോക്കി വെച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിൽ അത് ചിലപ്പോൾ എഗ് റിലീസിന്റെ സൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ ഫോളിക്കിൾ പിന്നെ അവിടെ കാണുന്നുണ്ടാവില്ല. അത്രയും നേരം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോളിക്കിൾ പെട്ടെന്ന് അവിടെ നിന്ന് ഡിസപ്പിയർ ആകുന്നു. അതായത് ആ അണ്ടം റിലീസായി എന്നാണ് അതിനുള്ള അർത്ഥം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു സൈക്കിൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീയുടെ ഫോളിക്കിൾസിന്റെ നമ്പറും അണ്ടോൽപാദനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന സൂചനയും നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ സ്കാനും ബ്ലഡ് ടെസ്റ്റുമാണ് ബേസിക് ആയിട്ട് സ്ത്രീകളിൽ നമ്മൾ ചെയ്യാറുള്ളത്. അതിനോടൊപ്പം തന്നെ പുരുഷന്മാരിലും ഇതേ ഹെൽത്ത് ടെസ്റ്റുകൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. കാരണം അവരുടെ ഹെൽത്തും അവരുടെ ബീജത്തിന്റെ ക്വാളിറ്റിക്ക് വളരെ പ്രധാനമാണ്. അതായത് ഈ പറഞ്ഞ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, തൈറോയിഡ് ഹോർമോൺ, അതുപോലെ ഷുഗറിന്റെ ടെസ്റ്റ് അവരിലും പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വൈറൽ മാർക്കേഴ്സ് HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, VDRL എന്ന് പറയുന്ന സിഫിലിസ് എന്ന ഒരു വൈറൽ രോഗത്തിന്റെ ടെസ്റ്റും നമ്മൾ ബ്ലഡിൽ സാധാരണ എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ ബേസിക് ആയിട്ട് പുരുഷന്മാരിൽ നമ്മൾ ഒരു ബേസിക് സെമൻ അനാലിസിസ്, അതായത് ബീജത്തിന്റെ ഒരു ബേസിക് ടെസ്റ്റ്, അവരുടെ സെമൻ നോർമലായി അവർക്ക് ലാബിൽ കൊടുത്തതിന് ശേഷം അതിൽ എന്തെങ്കിലും കൗണ്ടിലോ ചലനത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിലോ സ്പേമിന്റെ നോർമൽ ഷേപ്പിലോ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടോ എന്നറിയാൻ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ബേസിക് ടെസ്റ്റാണ് സെമൻ അനാലിസിസ്. ഇതാണ് നമ്മളുടെ ബേസിക് ടെസ്റ്റുകൾ. ഈ ബേസിക് ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഞാനൊരു ചിത്രം വഴി പറയുകയാണെങ്കിൽ ഈ പിക്ചറിൽ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് നടുക്ക് കാണുന്നത് യൂട്രസ്. ഓക്കെ, നമ്മളൊരു അനാറ്റമി നോക്കുകയാണെങ്കിൽ ഇത് ഫീമെയിൽ അനാറ്റമി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചിത്രമാണ്. ഇത് യൂട്രസിൽ നിന്ന് 2 അണ്ടവാഹിനി കുഴലുകൾ 2 സൈഡിലേക്കും പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അണ്ടവാഹിനി കുഴലുകളുടെ അറ്റത്ത് ഇരുവശത്തും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഓവറീസും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഓവറീസ്, ഇതാണ് അണ്ടാശയം. ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോളിക്കിൾസ് ഡെവലപ്പ് ആവുന്നത്. ഇവിടെ നിന്ന് ഡെവലപ്പ് ആവുന്ന ഫോളിക്കിൾസിൽ ഒരെണ്ണം വലുതായി അണ്ടം റിലീസ് ചെയ്യുന്നു. അതായത് ഒരു എഗ് ഒരു സൈഡിൽ ഏതെങ്കിലും ആർത്തവ ചക്രത്തിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അണ്ടം റിലീസ് ആവുകയാണെങ്കിൽ അത് ആ സൈഡിലുള്ള അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കയറുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഓക്കെ, അതേ സമയത്ത് ഈ അണ്ടോൽപാദനം നടക്കുന്ന സമയത്ത് കൃത്യമായി ദമ്പതികൾ ഗർഭധാരണത്തിന് ട്രൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ഇന്റർകോഴ്സിൽ ഈ സെമൻ വെജൈനയിലാണ് ഡെപ്പോസിറ്റ് ആവുന്നത്. അതായത് ഏകദേശം ഇവിടെ.
ആ സെമനിലുള്ള സ്പേംസ് അല്ലെങ്കിൽ ബീജങ്ങൾ അവർക്ക് അവരുടേതായ ചലനമുണ്ട്. ആ ചലനം വഴി അവർ ആ സ്പേംസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇരുവശത്തെയും അണ്ഡവാഹിനി കുഴലുകളിൽ ആണ് കയറുന്നത്. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റിലീസായ അണ്ഡം അണ്ഡവാഹിനി കുഴലിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സ്പേംസ് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ആ സൈഡിലുള്ള അണ്ഡവുമായി മിക്സായി ഫെർട്ടിലൈസേഷൻ അണ്ഡവാഹിനി കുഴലുകളിലാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ ഈ അണ്ഡവാഹിനി കുഴലുകളുടെ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ത്രീകളിൽ. അതായത് ഈ ഇരുവശത്തും എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ട് എങ്കിൽ ഈ അണ്ഡവും ബീജവും തമ്മിലുള്ള സങ്കലനം, അതായത് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചെയ്യുന്ന ഒരു ബേസിക് ടെസ്റ്റ് ആണ് HSG അല്ലെങ്കിൽ ഹിസ്ട്രോസാൽപിൻജോഗ്രാഫി. അതായത് യൂട്രസിന്റെ അകത്തോട്ട് അനസ്തേഷ്യ കൊടുത്ത്, ആ സ്ത്രീക്ക് അനസ്തേഷ്യ കൊടുത്ത് യൂട്രസിന്റെ അകത്തോട്ട് ഒരു റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ള ഡൈ, അതായത് എക്സ്റേയിൽ കാണാൻ സാധിക്കുന്ന ഒരു ഡൈ നമ്മൾ പുഷ് ചെയ്യും. ആ ഡൈ പുഷ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ഒരു എക്സ്റേ ഫിലിം എടുക്കും. ആ എക്സ്റേ ഫിലിമിൽ ഈ പറയുന്ന ഡൈ ഇരുവശത്തും പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇരുവശത്തും ആ സ്ത്രീക്ക് അണ്ഡവാഹിനി കുഴലുകളിൽ ബ്ലോക്കുകൾ ഒന്നുമില്ല എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. അതിനെയാണ് ട്യൂബ് ടെസ്റ്റ് അഥവാ ഹിസ്ട്രോസാൽപിൻജോഗ്രാം എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ. അതായത് സ്ത്രീകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ബ്ലഡ് ടെസ്റ്റുകൾ, അതിനോടൊപ്പം തന്നെ ട്യൂബ് ടെസ്റ്റ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഹിസ്ട്രോസാൽപിൻജോഗ്രാം എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ട്യൂബ് ടെസ്റ്റ്. ഈ 3 ടെസ്റ്റുകളാണ് ബേസിക് ആയിട്ട് ഫീമെയിൽസിൽ നമ്മൾ ചെയ്യാറുള്ളത്. പുരുഷന്മാരിൽ ഈ പറഞ്ഞതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും സെമൻ അനാലിസിസും. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി വരുന്ന ദമ്പതികളിൽ പറയാറുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു വർഷം കൃത്യമായി ട്രൈ ചെയ്ത് ഗർഭധാരണം നടക്കാത്ത ദമ്പതികളിൽ. എന്നാൽ ചില കേസിൽ സ്ത്രീയുടെ വയസ്സ് 35 വയസ്സിന് മുകളിലാണെങ്കിൽ അവരിൽ ഈ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരു വർഷം വരെ കാക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ വയസ്സ് അനുസരിച്ച് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മൾ നാച്ചുറലി കാണാറുണ്ട്. അപ്പോൾ 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലോ അല്ലെങ്കിൽ നേരത്തെ ഉദര സംബന്ധമായ അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ നേരത്തെ സ്ഥിരീകരിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഉദര സംബന്ധമായ എന്തെങ്കിലും ശസ്ത്രക്രിയകൾ നേരത്തെ നടന്നിട്ടുള്ള സ്ത്രീകളിലാണെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് 6 മാസം ട്രൈ ചെയ്തതിന് ശേഷം ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ തന്നെ ചെയ്തു തുടങ്ങാവുന്നതാണ്. അത് അവരിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കാം. വന്ധ്യത നേരത്തെ സ്ഥിരീകരിക്കാനും അതിനുള്ള കാരണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും അതിന് തക്കതായ ട്രീറ്റ്മെന്റ് നേരത്തെ തുടങ്ങാനും ഇത് വളരെ സഹായകമായിരിക്കും. ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിനുള്ള ട്രീറ്റ്മെന്റ് സാധാരണ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡിസൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അതിപ്പോ ആദ്യം നമ്മൾ സ്ഥിരീകരിക്കേണ്ടത് സ്ത്രീയിലാണോ പുരുഷനിലാണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ സ്ത്രീയിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ വഴി നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും വ്യതിയാനം കണ്ടു എന്നിരിക്കട്ടെ. അതായത് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണ്, അല്ലെങ്കിൽ തൈറോയിഡിന്റെ സംബന്ധമായ എന്തെങ്കിലും വ്യതിയാനം കണ്ടുവെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉടനെ തുടങ്ങും. അതിനോടൊപ്പം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കോസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ സ്കാനിങ്ങിൽ ഇപ്പോൾ ഓവറിയിൽ ഉള്ള ആ ഫോളിക്കിൾസിന്റെ എണ്ണം വളരെ കുറവാണ്, അതിനെ നമ്മൾ പുവർ ഒവേറിയൻ റിസർവ് എന്നാണ് പറയാറുള്ളത്. അതായത് അണ്ഡാശയത്തിലുള്ള ഫോളിക്കിൾസിന്റെ എണ്ണം അല്ലെങ്കിൽ ഉൽപ്പാദിക്കാൻ പോകുന്ന അണ്ഡങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സാധാരണ ആ നമ്പർ കുറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആ എഗ്ഗിന്റെ നമ്പേഴ്സും കുറയുന്നു. ഓക്കെ, നമ്പേഴ്സും ക്വാളിറ്റിയും ഒരുപോലെ തന്നെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും ട്രീറ്റ്മെന്റും വേണ്ടി വന്നേക്കാം. അതാണ് ഒരു കോസ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്പേഴ്സ് വളരെ കുറവാണ്, പുവർ ഒവേറിയൻ റിസർവ് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട സ്ത്രീകളിൽ സാധാരണ IVF ട്രീറ്റ്മെന്റ് ആയിരിക്കും വളരെ നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂബ് ടെസ്റ്റ് വഴി നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് കണ്ടുപിടിച്ചു, ആ സൈഡിലുള്ള ഒരു സൈഡിലെ ട്യൂബിൽ ബ്ലോക്ക് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ സൈഡിലാണ് ആ മാസത്തെ അണ്ഡം റിലീസ് ആവുന്നതെങ്കിൽ, ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ദമ്പതികളിൽ അണ്ഡവും ബീജവും മീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ആ സൈഡിലുള്ള ഫെർട്ടിലൈസേഷനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ദമ്പതികളിൽ നമുക്ക് സ്കാൻ വഴി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അണ്ഡം വരുന്ന മാസങ്ങളിൽ മാത്രം വേണമെങ്കിൽ IUI അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അതായത്
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ റൈറ്റ് സൈഡിൽ ട്യൂബിൽ ബ്ലോക്ക് കണ്ടുപിടിച്ചു എന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ആ മാസത്തെ സ്കാനിങ്ങിൽ നമുക്ക് റൈറ്റ് സൈഡിലാണ് ആ അണ്ടം പുറത്തു വരുന്നതായിട്ടുള്ള സയൻസ് കാണുന്നതെങ്കിൽ ആ മാസം അവര് ഗർഭധാരണത്തിന് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, എന്നാൽ മരുന്നുകൾ വഴി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആണ് ഫോളിക്കിൾ വരുന്നതെങ്കിൽ ആ മാസം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ അണ്ടോൽപാദനം കൃത്യമായി റിലീസ് ആവുന്ന ദിവസം ആ പുരുഷന്റെ ബീജം ലാബിൽ എടുത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് വഴി, അതായത് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന പ്രോസസ്സ് വഴി ആ ബീജത്തിൽ നിന്ന് മോസ്റ്റ് മോട്ടൈൽ ആയിട്ടുള്ള സ്പേംസ്, അതായത് ഏറ്റവും ചലനമുള്ള സ്പേംസിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് അത് യൂട്രസിന്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സ്പേംസിന് എഗിന്റെ അടുത്തോട്ട് എത്താനുള്ള സമയവും ദൂരവും വളരെ കുറഞ്ഞു കിട്ടും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പൊ മിക്ക ഇൻഫെർട്ടിലിറ്റി സെന്ററുകളിലും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അതായത് നാച്ചുറലി ട്രൈ ചെയ്യുന്നതിന് പകരം കൃത്യമായ അണ്ടോൽപാദനം നടക്കുന്ന ദിവസം സ്കാൻ വഴി കണ്ടുപിടിച്ച് അതേ ദിവസം ഹസ്ബൻഡിന്റെ സെമൻ സാമ്പിൾ ലാബിൽ കൊടുത്ത് പ്രോസസ് ചെയ്ത് ഏറ്റവും ചലനമുള്ള ഭാഗം മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഏറ്റവും ചലനമുള്ള സ്പേംസിനെ മാത്രം യൂട്രസിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊസീജിയർ. ഇത് ഒരു മൈനർ പ്രൊസീജിയർ ആണ്. അനസ്തേഷ്യ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ്സേ എടുക്കുള്ളൂ. അതിനുശേഷം പ്രത്യേകമായിട്ടുള്ള ബെഡ് റെസ്റ്റോ അങ്ങനെയൊന്നും തന്നെ പറയാറുമില്ല. എന്നാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ചെയ്യാനുള്ള ഒരു കാരണമാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഒരു സൈഡിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ട്, മറ്റേ സൈഡിൽ ട്യൂബിൽ ബ്ലോക്ക് ഇല്ല എങ്കിൽ ആ സമയത്ത് നമുക്ക് കൃത്യമായി ആ സൈഡിൽ അണ്ടോൽപാദനം നടക്കുന്ന സമയത്ത്, അതായത് ബ്ലോക്ക് ഇല്ലാത്ത സൈഡിൽ അണ്ടോൽപാദനം നടക്കുന്ന സമയത്ത് ഈ സെമൻ പ്രോസസ് ചെയ്ത് യൂട്രസിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. നാച്ചുറലി ആ ദമ്പതികൾ ഗർഭധാരണത്തിന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം എല്ലാ ടെസ്റ്റുകളും നോർമൽ ആണെങ്കിലും ഗർഭധാരണം ഉണ്ടാകാനുള്ള സാധ്യത 10% വരെ സാധാരണ കാണാറുള്ളൂ. എന്നാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ വഴി ഇത് 10% നിന്ന് 25% വരെ ഉയർന്നേക്കാം. ഈ ഗർഭധാരണം ഉണ്ടായേക്കാവുന്ന സാധ്യതകൾ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ വഴി ഒരു മാസം 25% വരെ നമ്മൾ കാണാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ പുരുഷന്മാരിലെ നമ്മൾ സെമൻ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ, അതായത് സെമൻ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ സെമന്റെ നോർമൽ കൗണ്ട് ആയിട്ട് WHO പഠനങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് മോർ ദാൻ 16 മില്യൺസ് പെർ ml എന്ന കൗണ്ടിൽ കൂടുതൽ സ്പേംസ് ആ സെമനിൽ കാണുകയാണെങ്കിൽ ആ ദമ്പതികളിൽ നാച്ചുറൽ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പുരുഷന്മാരിൽ ചെയ്യുന്ന ആ സെമൻ അനാലിസിസിൽ സെമന്റെ കൗണ്ട് സപ്പോസ് അത് 10 to 15 മില്യൺസ് പെർ ml എന്ന കൗണ്ടിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നാച്ചുറലി ഗർഭം ധാരണത്തിനുള്ള സാധ്യതകൾ കുറയും. 16 മില്യൺസിൽ കൂടുതലാണെങ്കിലാണ് നാച്ചുറൽ പ്രഗ്നൻസിക്കുള്ള സാധ്യതകൾ കൂടുന്നത്. അപ്പോൾ 10 to 15 മില്യൺസ് പെർ ml എന്ന കൗണ്ട് ആണ്. അതിനോടൊപ്പം തന്നെ മോട്ടിലിറ്റി അതായത് സ്പേംസിന്റെ ചലനം 30% കൂടുതലാണെങ്കിലാണ് നാച്ചുറൽ പ്രഗ്നൻസിക്കുള്ള സാധ്യതകൾ കൂടുതലായിട്ട് പറയാറുള്ളത്. അത് ഒരു 20 മുതൽ 30% വരെയാണ് എങ്കിൽ, അതോടൊപ്പം തന്നെ നോർമൽ ഫോംസ്, അതായത് ആ സ്പേംസിന്റെ മോർഫോളജി, അതിന്റെ ഹെഡ് നെക്ക് സ്പേംസിലുള്ള വ്യതിയാനം വളരെ കൂടുതലാണെങ്കിൽ 2% സ്പേംസ് ഒക്കെ നോർമൽ ആയിട്ടുള്ളൂ എങ്കിൽ ഈ കേസുകളിലും IUI നമ്മളെ ഹെൽപ്പ് ചെയ്യും. IUI വഴി ആ ദമ്പതികൾക്ക് ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ കൂടിയേക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IUIയിൽ നമ്മൾ ആ ബീജം ഒരു സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് വഴി ഏറ്റവും മോട്ടൈൽ ആയിട്ടുള്ള പാർട്ട് മാത്രം സെപ്പറേറ്റ് ചെയ്ത് യൂട്രസിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ സ്പേംസ് ഈ അണ്ടവുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസും അതിനോടൊപ്പം തന്നെ ആ ടൈമും കുറഞ്ഞു കിട്ടുന്നു. അപ്പോൾ ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ കൂടുന്നു. ഇതാണ് IUI ചെയ്യാനുള്ള ചില കാരണങ്ങൾ. അതായത് ഞാൻ പറഞ്ഞതുപോലെ സ്പേംസിന്റെ ചെറിയ വ്യതിയാനങ്ങൾ, ചലനത്തിലുള്ള വ്യതിയാനം അല്ലെങ്കിൽ മോർഫോളജിയിലുള്ള വ്യതിയാനം ചെറുതായിട്ട് കാണുകയാണെങ്കിൽ, എന്നാൽ വലിയ വ്യതിയാനങ്ങൾ കാണുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ സ്പേംസിന്റെ കൗണ്ട് നമ്മൾ ലെസ് ദാൻ 5 മില്യൺസ് പെർ ml എന്ന ഒരു കൗണ്ടാണ് നമുക്ക് ആ സെമൻ അനാലിസിസ് കിട്ടുന്നതെങ്കിൽ IUI വഴി അഥവാ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന പ്രൊസീജിയർ വഴിയുള്ള ഗർഭധാരണത്തിനുള്ള സാധ്യതകളും കുറയുന്നു. ആ കേസുകളിൽ വീണ്ടും IVF അഥവാ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന പ്രൊസീജിയർ വഴി ഗർഭധാരണത്തിനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. അങ്ങനെ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ നമ്മൾ 3 ഭാഗമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഓവുലേഷൻ ഇൻഡക്ഷൻ വിത്ത് ടൈംഡ് ഇന്റർകോഴ്സ്, അതായത്
അതായത് മെൻസ്ട്രൽ ചക്രം, അതായത് ആർത്തവ ചക്രത്തിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം മുതൽ ഒരു സ്ത്രീന്റെ സ്കാനുകൾ മോണിറ്റർ ചെയ്ത് അവരുടെ ആ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുത്ത് കൃത്യമായി അണ്ടോൽപാദനം നടക്കുന്ന ദിവസം കണ്ടുപിടിച്ച് അവരോട് കൃത്യമായ സമയത്ത് നാച്ചുറലി ട്രൈ ചെയ്യാൻ പറയുന്നതിനെ നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ വിത്ത് ടൈംഡ് ഇന്റർകോഴ്സ് എന്ന വിഭാഗത്തിലാണ് ആ ട്രീറ്റ്മെന്റ് പ്ലാനിന് പറയാറുള്ളത്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ, അതായത് ചെറിയ വ്യതിയാനങ്ങൾ, സ്പേംസിൽ കാണുന്ന ചെറിയ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ അണ്ടോൽപാദനത്തിൽ കാണുന്ന ചെറിയ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈഡിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ട്, മറ്റേ സൈഡിൽ ട്യൂബിൽ ബ്ലോക്ക് ഇല്ല എങ്കിൽ അവരിൽ കൃത്യമായിട്ടുള്ള സൈഡിൽ അണ്ടം റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ സെമൻ യൂട്രസിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന ആ പ്രക്രിയ, അതിനെ ഓവുലേഷൻ ഇൻഡക്ഷൻ വിത്ത് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന ട്രീറ്റ്മെന്റ് ആയിട്ടാണ് അതിനെ വിളിക്കാറുള്ളത്. മൂന്നാമത്തെ വിഭാഗം ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെമൻ അനാലിസിസിലുള്ള വളരെ വലിയ വ്യതിയാനങ്ങൾ, സെമൻ കൗണ്ടിൽ വളരെ വലിയ വ്യതിയാനം, അതായത് ലെസ് 5 ml/ml എന്ന ഒരു കൗണ്ട് നമുക്ക് സെമനിൽ കാണുന്നു, അല്ലെങ്കിൽ സ്ത്രീകളിൽ രണ്ട് സൈഡിലും ട്യൂബിൽ ബ്ലോക്ക് കാണുന്നു, അതായത് ഇരുവശത്തും അണ്ടം റിലീസ് ആവുകയാണെങ്കിലും അണ്ടവും ബീജവും തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല അവരിൽ, അതായത് രണ്ട് സൈഡിലും ട്യൂബിൽ ബ്ലോക്ക് ഉണ്ട് എങ്കിൽ അണ്ടവും ബീജവും ആ സ്ത്രീയുടെ ദേഹത്ത്, അതായത് ആ സ്ത്രീയുടെ ശരീരത്തിൽ അത് രണ്ടും ബീജസങ്കലനം നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആ കേസുകളിലും നമ്മൾ IVF അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ 3 തരമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് 3 ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എഫക്ട്സ് ഇൻഫെർട്ടിലിറ്റിയിൽ ഉണ്ടോ എന്നുള്ളത്. അതെ, ഇതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ സാധാരണ, അതായത് എപ്പോഴാണ് ഒരു ദമ്പതികൾ ഗർഭധാരണത്തിന് ട്രൈ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ഇല്ല. അതായത് ഇപ്പൊ ഈ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ വഴി മിക്ക ദമ്പതികളും ഗർഭധാരണം ചിലപ്പോൾ 2-3 വർഷം വരെ, കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം വരെ നീട്ടിവെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ, കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ മൂലം അവർ ഒരു ഗർഭധാരണം നീട്ടിവെക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ നമ്മൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ സ്ത്രീയുടെ വയസ്സ് 25 മുതൽ 30 വരെയുള്ള സമയമാണ് കൃത്യമായിട്ടുള്ള ഒരു ഗർഭധാരണത്തിനുള്ള ഏജ് ആയിട്ട് ശാസ്ത്രീയമായി നമ്മൾ പറയാറുള്ളത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ ഓവറി നോക്കുകയാണെങ്കിൽ ആ ഓവറിക്ക് ഇത്രയും നമ്പർ ഓഫ് ഫോളിക്കിൾസേ ഉള്ളൂ. അതായത് ആ സ്ത്രീ ജനിക്കുന്നത് മുതൽ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ആ സ്ത്രീയുടെ ഫുൾ ലൈഫ് സ്പാനിൽ എത്ര അണ്ടങ്ങളാണ് ആ സ്ത്രീ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾറെഡി ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. അതാർക്കും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ആ ഓവറികളുടെ അകത്തുള്ള നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് ഓൾറെഡി നേരത്തെ പ്രീ ഡിറ്റർമിൻഡ് ആണ്. അപ്പൊ അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ആ സ്ത്രീ ടീനേജ് ആവുമ്പോൾ, ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ വരുന്നത് മുതൽ തന്നെ ഓരോ സൈക്കിളിലും അവരുടെ ചില നമ്പർ ഓഫ് ഫോളിക്കിൾസ് കുറഞ്ഞു വരികയാണ്. അതായത് നമ്പേഴ്സ് ഞാൻ പറഞ്ഞു, അതായത് ഒരു സൈക്കിളിൽ ഒറ്റ ഫോളിക്കിൾ മാത്രമേ ഡോമിനേറ്റ് ചെയ്ത് ഒരു എഗ് മാത്രമേ റിലീസ് ചെയ്യാറുള്ളൂ സാധാരണ. എന്നാൽ ഒരു ഫോളിക്കിളിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓവറി കുറെ ഫോളിക്കിൾസ് ലൂസ് ചെയ്യുന്നുണ്ട്. ഒരു 10-20 ഫോളിക്കിൾസ് സർഫസിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഫോളിക്കിൾ മാത്രമാണ് ഒരു സൈക്കിളിൽ റിലീസ് ആവുന്നത്. അതായത് ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു ഫോളിക്കിൾ റിലീസ് ചെയ്യാനായിട്ട് കുറെ ഫോളിക്കിൾസ് വെറുതെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ മെൻസ്ട്രൽ സൈക്കിൾ പോകുന്തോറും ആദ്യത്തെ ആർത്തവ ചക്രം മുതൽ തന്നെ സ്ത്രീയുടെ ബോഡിയിൽ നിന്ന് കുറെ അണ്ടങ്ങൾ ലൂസായി പോകുന്നുണ്ട്. അങ്ങനെയാണ് ഓവറീസ് ഏജ് ആയി വരുന്നത്. ഈ ഏജിങ്, അതായത് ഈ ലോസ് ഓഫ് ഫോളിക്കിൾസ് 30 വയസ്സിന് ശേഷം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടാണ് ആ ഫോൾ കാണാറുള്ളത്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് അത് കുറഞ്ഞു തുടങ്ങുന്നു. അതിനെ ഒവേറിയൻ ഏജിങ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ഒവേറിയൻ റിസർവ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഫോൾ 30 വയസ്സിന് ശേഷം വളരെ ഫാസ്റ്റ് ആയിട്ട് ആകുന്നു. അതിനോടൊപ്പം 35 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലാണെങ്കിൽ അത് ഈവൺ മോർ ഫാസ്റ്റർ ആയിട്ട് ആ നമ്പേഴ്സ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്.
പിന്നെ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 35 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഗർഭധാരണങ്ങളിൽ സാധാരണ ജനറ്റിക്കലി അബ്നോർമൽ ആയിട്ടുള്ള ഭ്രൂണങ്ങളുടെ നമ്പർ കൂടുന്നതായിട്ടാണ് കാണാറുള്ളത്. അതായത് ജനറ്റിക്കലി അബ്നോർമൽ ബേബീസിനുള്ള സാധ്യതകൾ 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണത്തിലാണ് കാണാറുള്ളത്. ഈ ഫാക്ടേഴ്സ് എല്ലാം കണക്കാക്കുമ്പോൾ ശാസ്ത്രീയമായി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏജ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം 25 മുതൽ 30 വയസ്സ് വരെ പ്രഗ്നൻസി ഉണ്ടാകാനും ഫാമിലി കംപ്ലീറ്റ് ചെയ്യാനുമുള്ള ഒരു ഏജ് ആയിട്ട് ശാസ്ത്രീയമായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അതിനുശേഷമുള്ള ഗർഭധാരണത്തിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നീ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാനും അതിനോടൊപ്പം തന്നെ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഭ്രൂണത്തിൽ കാണാനുള്ള സാധ്യതകളും കൂടി വരുന്നു. അതിനോടൊപ്പം തന്നെ അണ്ടാശയത്തിലുള്ള എഗ് നമ്പേഴ്സ് കുറഞ്ഞു തുടങ്ങാനുള്ള സാധ്യതകളും വളരെയധികം കൂടുന്നു. അപ്പോൾ നാച്ചുറൽ ആയിട്ട് ഗർഭം ധരിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ 25 മുതൽ 30 വയസ്സ് വരെ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീയുടെ വയസ്സാണ്. എന്നാൽ പുരുഷനിലെ വയസ്സ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, പുരുഷന്റെ വയസ്സും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബീജങ്ങളുടെ അല്ലെങ്കിൽ സെമൻ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സെമന്റെ നമ്പർ, കൗണ്ട്, മോട്ടിലിറ്റി ഇത് മൂന്നും കുറയാനുള്ള സാധ്യതകൾ ഏകദേശം ഒരു 40 വയസ്സിന് ശേഷം പുരുഷന്മാരിൽ ഈ ബീജത്തിന്റെ ക്വാളിറ്റിയും കുറഞ്ഞു തുടങ്ങുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ശാസ്ത്രീയമായി നമ്മൾ നോക്കുകയാണെങ്കിൽ 25 മുതൽ ഒരു 35 വയസ്സ് വരെയുള്ള ദമ്പതികൾ ആണ് കൃത്യമായിട്ട് ഫാമിലി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഏജ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്.